ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടി ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. ട്രിപ്പ് എന്നൊന്നുമില്ല, നമ്മളെപ്പോഴും പോകുന്ന സ്ഥലത്ത് തന്നെയാണ്, അതായത് ഫേമസായ മലമ്പുഴ. അപ്പോൾ മലമ്പുഴയ്ക്ക് വീട്ടിലിരുന്ന് ബോറടിച്ച ഒരു വഴി ഞായറാഴ്ച ചെയ്തുകൊണ്ട് അപ്പോൾ എല്ലാവരും കൂടി മലമ്പുഴയ്ക്ക് പോകാമെന്ന് പ്ലാനിങ്. അപ്പോൾ കുറച്ച് പേര് മുൻപ് തന്നെ ഓട്ടോയിൽ പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഏട്ടൻ്റെ കൂടെയായിരുന്നു പോയത്. അപ്പോൾ വേറെ 2-3 ചേച്ചിമാരും ഏട്ടനും വരാനുണ്ടായിരുന്നു. അപ്പോൾ അവനെയും വെയിറ്റ് ചെയ്ത് അവർ ബാക്കിൽ ഓട്ടോയിൽ വരികയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബൈക്കിൽ കഥയും പറഞ്ഞ് പോവാണ്. പോണ വഴി ഫുള്ള് കാടാണ് ഗൈസ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് രാത്രി ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നത്. അതായത് ഒറ്റയ്ക്ക് വന്നത് മീൻസ് അങ്ങനെയല്ല, ഓട്ടോയിൽ തന്നെയാണ് വന്നത്. പക്ഷെ ആന അങ്ങനെ ഉള്ള ആന ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ പേടിച്ചായിരുന്നു വന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ കഥയും പറഞ്ഞ് എങ്ങനെ പോകും, എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ കാണണം, അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുള്ള് ഓരോ കാര്യങ്ങളിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ് പോവാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ കൊണ്ട് അങ്ങനെ പറയാണ്. ആ സമയത്താണ് മോള് റോപ്പ് വേ കണ്ടത്. ഞാൻ ഇതുവരെ കുറേ വശം പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ റോപ്പിൽ കയറിയിട്ടില്ല ഗൈസ്. അപ്പോൾ എനിക്കിന്നൊരു മോഹമായിരുന്നു റോപ്പിൽ കയറണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി, പക്ഷെ ഞങ്ങൾക്ക് സമയമായതുകൊണ്ട് റോപ്പിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ 7 o'clock അത് ക്ലോസ് ചെയ്യും. അപ്പം ഞങ്ങളവിടെ എത്തിയതേ 6 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ 7 മണിക്ക് റോപ്പ് വേയിൽ എത്താൻ പറഞ്ഞാൽ കഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഉള്ളിൽ തൂക്കുപാലത്തിൽ കയറി നല്ലൊരു ഷിവറിങ് ഉണ്ടായിരുന്നു സാധനം. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ളവരെ തേടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടുപിടിച്ച് ഞങ്ങളങ്ങനെ ഒരുമിച്ച് കഥയും പറഞ്ഞ് പാട്ടും പറഞ്ഞ് ഓരോ ഇതുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. പൊതുവെ സൺഡേ തന്നെ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾക്ക് പിന്നെ അവിടെ മലമ്പുഴയിലുള്ളത് കൊണ്ട് അതിനോടൊരു വിലയില്ല. പക്ഷേ അവിടെ ഇല്ലാത്തവർക്കാണ് അതിൻ്റെ എന്താ പറയുക, ശരിക്കും നേച്ചർ ഓഫ് ബ്യൂട്ടി എന്താണെന്നുള്ളത് അറിയേണ്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ കഥയും പറയുകയാണ്. മഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്, എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ അതൊക്കെ മ്യൂട്ട് ചെയ്ത് വിട്ടു. പിന്നെ കുറേ ഫ്ലവർ ഷോ അല്ല, പക്ഷെ ഫ്ലവേഴ്സൊക്കെ കുറേ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരും ഇതായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ആവശ്യത്തിന് ഫോട്ടോസ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ് എപ്പോഴും ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബാക്കിൽ വരുന്നത് ചേച്ചി അമ്മയുമാണ്. അവനെയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ അതിന് ശേഷം മുകളിൽ പോയിട്ട് പിന്നെ താഴെ വരാമെന്നായിരുന്നു പ്ലാനിങ്. അപ്പോൾ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഷട്ടറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഒരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലം ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് വേണം നമ്മൾക്ക് മുകളിൽ പോകാൻ. അപ്പോൾ ഇതിന് മുന്നേ അല്ലെങ്കിൽ ഞായറാഴ്ച വന്നവർ കമൻറ്റ് ചെയ്യും. ഇത് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല, അത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ തൂക്കുപാലത്തിലൂടെ പോവുകയാണ്. നല്ല ഇരുട്ടാവാൻ തുടങ്ങി, കാരണം ഒരു 6:30 ആവാറായി. അപ്പോൾ ഇരുട്ടാവാൻ. അപ്പോൾ ഇവരൊക്കെ എന്നെ വിട്ടിട്ട് പോവുകയാണ് ഗൈസ്. ഞാൻ ഇവരുടെ വീഡിയോ എടുത്ത് ഓടി എനിക്ക് മധ്യേശം പറഞ്ഞു അവരുടെ കൂടെ പോയിട്ട്. അതിനുശേഷം എപ്പോഴാണ് നോക്കിയാലും തിക്കും തിരക്കും അങ്ങനെയായിട്ട് ഒരവസ്ഥയും. പിന്നെ മുകളിൽ പോയി പിന്നെ നമുക്ക് മലമ്പുഴയിൽ പോയാൽ എന്തായാലും നമ്മുടെ ഒരു വീക്ക്നെസ്സിന് ഐസ്ക്രീം കഴിക്കണം, പോപ്കോൺ കഴിക്കണം, അങ്ങനെ എക്സെട്ര. അപ്പോൾ എല്ലാവരും ഓരോ ഫ്ലേവർ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൈ പിടിക്കുന്നു. ഞാൻ പിന്നെ ഒന്നും വാങ്ങിച്ചില്ല, കാരണം എല്ലാവരുടെ ഐസ്ക്രീം ഞാൻ അടുത്ത് കഴിച്ചു. അപ്പോൾ എല്ലാവരുടെ ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് കയറണം. അങ്ങനെ നമ്മൾ കയറി ഡാമിൻ്റെ മുകൾത്തട്ടിൽ വന്നു. അപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു, അത്യാവശ്യം നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അതാണ് അവിടുത്തെ വ്യൂ. മുകളിലത്തെ ഈ രണ്ടാമത്തെ ഭാഗം, അതായത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള റോഡ് സൈഡിലുള്ള നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അത്യാവശ്യം നിറയെ വെള്ളം ഉണ്ടായിരുന്നു. എപ്പോഴും ഈ സമയത്ത് അത്ര വെള്ളം കാണില്ല, പക്ഷേ ഇപ്പോൾ പ്രാവശ്യം നിറയെ വെള്ളമുണ്ട്. തിരമാല അലയടിക്കണ പോലെയുള്ള ഒരു അല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഷട്ടറിൻ്റെ അവിടെ. ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങി. കാരണം ഓൾമോസ്റ്റ് സമയമായി, നമുക്ക് ആ കാട്ടിനുള്ളിലൂടെയൊക്കെ പോകണം. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇനി എവിടെ പോകുമെന്നുള്ളതാണ് ഈ രാത്രി നേരത്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഫിഷ്, അതായത് അക്വേറിയം ഉണ്ട് തൊട്ടത്, അപ്പോൾ അക്വേറിയത്തേക്ക് ഒന്ന് പോയാലും ഒന്നായി. പിന്നെ അങ്ങനെ ഞങ്ങൾ കാഴ്ചയും കണ്ട് സംസാരിച്ച് ഓരോ കഥയും പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വഴി പോകാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്നു. പിന്നെ അതിനുശേഷം പിന്നെ താഴെ വന്നപ്പോൾ ചായ കുടിക്കുന്ന കടയിൽ എല്ലാവർക്കും കോഫി വേണം പറഞ്ഞിട്ട് കുറച്ച് പേര് കോഫി കുടിക്കുകയും. ഇതാണ് ഞങ്ങളുടെ മിനി ചേച്ചി ഫുള്ളായിട്ട് ഫോണിൽ സംസാരിച്ച് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് ചായ കുടിക്കാം, കുറച്ച് പേര് സ്നാക്സ് കഴിക്കാം. എൻ്റെ ഉണ്ണി കോഫി അഡിക്റ്ററാണ്, സോ അവൾ കോഫി കുടിച്ചു. നമുക്ക് പിന്നെ ഒന്നും വേണ്ട, ഞാൻ ആൻ്റെ നിന്നൊക്കെ എടുത്തെടുത്ത് പിച്ച് കഴിക്കും, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ ഞങ്ങൾ ശരി എന്നാൽ പിന്നെ അക്വേറിയത്തിലോട്ട് വിട്ടാലോ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരും ഒരുമിച്ച് വന്ന ശേഷം ഞങ്ങളൊക്കെ കൂടി അവിടെ നിന്ന് പുറത്തിറങ്ങി ഗൈസ്. ഇത്ര നേരം വൈത്തീശ്വരി വീഡിയോയിൽ വന്നില്ല, അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എന്നെയും കൂടി ഒന്ന് എടുക്കുമെന്നുള്ളത് പറയും. ഞാൻ ഇറങ്ങുമ്പോൾ ബാക്കിൽ എക്സിറ്റ് കാണണം പറഞ്ഞിട്ട് എന്നെ എടുക്കുക പറഞ്ഞിട്ട് ഞാൻ അവളെ എടുത്തോളും. ഇതൊക്കെ അവരായിട്ട് പറഞ്ഞാണ് ഗൈസ്. പുറത്ത് വന്ന ഒരു ഷോപ്പിൽ കയറാൻ പറഞ്ഞാൽ അമ്മാതിരി തിരക്ക്. എന്നിട്ട് ഞങ്ങളൊന്നും വാങ്ങാണ്ട്
ഫിഷ് അക്വേറിയത്തേക്ക് ഫിഷുകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ ആക്ച്വലി ഞാനിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ അക്വേറിയത്തിൽ പോയിട്ടില്ല. ഒരിക്കൽ പകുതി വരെ പോയിട്ട് തിരിഞ്ഞു വന്നു. പിന്നെ അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അക്വേറിയം അടച്ചെന്ന്. പക്ഷെ അക്വേറിയം അടച്ചിട്ടൊന്നുമില്ല. ഞങ്ങളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു. 30 രൂപ വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും 20 രൂപയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വലിയ കുട്ടിയിൽ ഒരാളിനെ ചെറിയ കുട്ടിയെ കൺസിഡർ ചെയ്തിട്ട് ഞങ്ങൾ 20 രൂപയൊക്കെ കൊടുത്ത് അങ്ങനെ എന്തൊക്കെ കാണിച്ച് പോയി. എന്നിട്ട് ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു വെച്ചാൽ അപാരം ഗൈസ്. എനിക്ക് മീൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എനിക്കതിൽ കണ്ടതിൽ വെച്ചിട്ട് അങ്ങനെ അത്ര വലുതായിട്ട് ഇഷ്ടമായതെന്ന് വെച്ചാൽ ഒരൊറ്റ മീനാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു മീൻ. പിന്നെ അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ മീൻ, ചെറിയ കുഞ്ഞു മീനുകൾ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ സാധനമാണ്. എനിക്ക് ആ പൊന്നൊരു രക്ഷയില്ല, അത് കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നി. അത്ര ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ മീൻ. പിന്നെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ, അതിൻ്റെ പേര് പോലും വായിക്കൊള്ളാത്ത സാധനങ്ങളാണ് അതിൻ്റെ പേര്. ഞങ്ങളങ്ങനെ കുറേ അതിൽ കാണാൻ തന്നെ ഒരുപാടുണ്ട് ഗൈസ്. അപ്പം നിങ്ങളും പോയാലൊന്ന് കണ്ടു നോക്കുക, അടിപൊളിയാണ്. കുറച്ച് വൈബായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഷാർക്ക് പോലത്തെ സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നുള്ളത് അറിയാത്തത് കൊണ്ട് മുന്നോട്ട് വന്നു. പിന്നെ നമ്മുടെ ചെറിയൊരു മലമ്പുഴ ഡാം ഇവിടെ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ മീനിനെ നായ്ക്കുട്ടിനെ വിളിക്കുന്ന പോലെ ചുറ്റുവട്ട് വാവാണ്ട് വിളിക്കണം. പക്ഷെ അത് അതിനറിയില്ലല്ലോ അതിന് വിളിക്കണം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു പെൺകുട്ടിനെ തനിച്ചൊറ്റയ്ക്കാക്കിയിട്ട് ഇവർ മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ അങ്ങനെ മെല്ലെ വന്നു. അറിയുന്ന സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ വിശന്നു എനിക്ക്. അപ്പോൾ ഞാൻ ചോളം വാങ്ങിച്ച് കഴിച്ചു. അതിന് ശേഷം ഞങ്ങളുടെ ഓട്ടോ എത്തി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കുത്തി തിരക്കി. എങ്ങനെ പോലെ ഒരു 9-10 പേരുണ്ടായി. അപ്പം ഞങ്ങളൊക്കെ അധികം വന്നിട്ട് പോവാണ്. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് കാട് പ്രദേശം, നാട് സെൻട്രൽ റോഡിലൊക്കെ ആന വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് പേടിയുണ്ടായിരുന്നു, ഞങ്ങൾക്കും സത്യാവസ്ഥയിൽ പേടിയുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഏത് സമയം എന്താകും എങ്ങനെയാണെന്നുള്ളത് ഒരു ഭയങ്കര പേടി തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ അതൊന്നും കൂട്ടാക്കാണ്ട് അങ്ങനെ വന്നെത്തി. പിന്നെ നോക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. റെയിൽവേ ഗേറ്റാണ് അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കഥയും പറഞ്ഞു തന്നു. അങ്ങനെ കഥ പറഞ്ഞ് നിൽക്കവേ ട്രെയിൻ അതിൻ്റെ കൂടെ ക്രോസ് ചെയ്തു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ക്ലോസ് ആയിട്ട് അടുത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഭയങ്കര തലകറക്കം മതി. പിന്നെ ഞങ്ങൾക്ക് ട്രെയിൻ അങ്ങനെ ഗൈസ് ട്രെയിനൊക്കെ പോയി ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെയും ഇരിക്കുന്ന സമയത്ത് അനിയത്തി വേറൊരു സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അവൾ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, ഏട്ടന്മാരും ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് വന്നിട്ടുണ്ടായിരുന്നു. സോ അവൾ അവിടെ നിൽക്കണമായിരുന്നു. അപ്പോൾ പിന്നെയും ഞങ്ങളുടെ ഓട്ടോയിൽ ഒരാളും കൂടി എക്സ്ട്രാ ആയി. ഒരാളല്ല, 2 ആൾ. ഏട്ടൻ്റെ കുട്ടി ഉണ്ടായിരുന്നു ചെറുത്. അപ്പോൾ അവളും വന്നിട്ട് അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ വീടെത്തി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ലോങ് ട്രിപ്പ് ഞങ്ങൾ 5:30 പോയിട്ട് 9 മണിക്കാണ് എത്തിയത്. ലോങ് ട്രിപ്പ് അവസാനിച്ചു. നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.